നമസ്കാരം. അമേരിക്കൻ സ്വപ്നങ്ങൾ തേടി കടൽ കടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഇന്ന് വലിയൊരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ മണ്ണിലെ മികച്ച ഭാവി സ്വപ്നം കണ്ട് വിമാനം കയറുന്നവർക്ക് അവിടെ കാത്തിരിക്കുന്നത് അപ്രതീക്ഷിതമായ വെല്ലുവിളികളാണോ? അടുത്തിടെ ഉണ്ടായ ചില ദൗർഭാഗ്യകരമായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ US എംബസി പുറപ്പെടുവിച്ച പുതിയ മുന്നറിയിപ്പുകൾ പ്രവാസി ലോകത്തെ ആകെ ആശങ്കയിലാഴ്ത്തുന്നതാണ്. വെറും ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്നതിലുപരി ഓരോ വിദ്യാർത്ഥിയും രക്ഷിതാക്കളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ നിയമവശങ്ങളും സുരക്ഷാ മുൻകരുതലുകളുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അന്യനാട്ടിലെ ക്യാമ്പസുകളിൽ നിങ്ങൾ എത്രത്തോളം സുരക്ഷിതരാണ്? ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടത്? അമേരിക്കയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പുമായി ഇന്ത്യയിലെ US എംബസി എത്തിയിരിക്കുകയാണ്. എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ ആ പോസ്റ്റ് ആദ്യം ഒന്ന് വായിക്കാം. Breaking US laws can have serious consequences for your student visa. If you are arrested or violated any laws, your visa may be revoked, you may be deported, and you could be ineligible for future US visas. Follow the rules and don't jeopardize your travel. A US visa is a privilege, not a right. ഇതാണ് ഇന്ത്യയിലെ US എംബസി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത്. ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞാല് US വിസ എന്നത് ഒരു അവകാശമല്ല, മറിച്ച് ഒരു ആനുകൂല്യമാണെന്നാണ് US എംബസി പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് പഠനത്തിനായി US പോകുന്ന വിദ്യാർത്ഥികൾ നിയമങ്ങൾ ലംഘിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും പിന്നീട് ഒരിക്കലും രാജ്യത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്നുമാണ് അതിൽ പറഞ്ഞു വെക്കുന്നത്. H1B, H4 വർക്ക് വിസ അപേക്ഷകൾക്കും സമാന മുന്നറിയിപ്പ് എംബസി നേരത്തെ നൽകിയിരുന്നു. US കുടിയേറ്റ നിയമങ്ങൾ ലംഘിച്ചാൽ കടുത്ത ശിക്ഷ ലഭിക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ്. ഇതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതേസമയം അമേരിക്കൻ കോളേജുകളിലും സർവകലാശാലകളിലും വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം ഈ സീസണിൽ 17% കുറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷന്റെ റിപ്പോർട്ടിൽ വിസ അപേക്ഷകളിലെ പ്രശ്നങ്ങളും ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങളുമാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. റിപ്പോർട്ട് പ്രകാരം രാജ്യത്തുടനീളമുള്ള 825 സ്ഥാപനങ്ങളിൽ 29% സ്ഥാപനങ്ങളിൽ പുതിയ വിദ്യാർത്ഥികളുടെ പ്രവേശനം വർദ്ധിച്ചപ്പോൾ 14% സ്ഥാപനങ്ങളിൽ മാറ്റമില്ലാതെ തുടർന്നു. എന്നാൽ 57% സ്ഥാപനങ്ങളിൽ പ്രവേശനം കുറഞ്ഞു. പ്രവേശനം കുറഞ്ഞ സ്ഥാപനങ്ങളിൽ 96% വിസ അപേക്ഷകളിലെ പ്രശ്നങ്ങളാണ് കാരണങ്ങളായിട്ട് പറയുന്നത്. 68% സ്ഥാപനങ്ങൾ ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങൾ കൊണ്ടാണ് കുറഞ്ഞത്. വിസ ലഭിക്കുന്നതിലെ കാലതാമസവും ചിലപ്പോൾ വിസ നടപടികൾ നിർത്തിവെച്ചതും വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്കയിൽ പഠിക്കാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു. എന്നാൽ ഈ സീസണിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിലാണ് വലിയ കുറവുണ്ടായിരിക്കുന്നത്. അമേരിക്കയിലെ പ്രാദേശിക നിയമങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ളതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ട്രാഫിക് നിയമങ്ങൾ മുതൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വരെയുള്ള കാര്യങ്ങളിൽ അവിടെയുള്ള കർശനമായ ശിക്ഷാ നടപടികളെ കുറിച്ച് വിദ്യാർത്ഥികൾ ബോധവാന്മാരായിരിക്കണം. ഒരു ചെറിയ പിഴവ് പോലും നിങ്ങളുടെ വിസ റദ്ദാക്കുന്നതിനും നാട് കടത്തുന്നതിനും കാരണമായേക്കാം. നാട് വിട്ട് പുതിയൊരു സാഹചര്യത്തിൽ എത്തുമ്പോഴുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ മിക്ക സർവകലാശാലകളിലും സൗജന്യ കൗൺസിലിംഗ് സംവിധാനങ്ങളുണ്ട്. ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ അതുള്ളിൽ ഒതുക്കാതെ സഹായം തേടുന്നത് അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും. വീട് വാടകയ്ക്ക് എടുക്കുമ്പോഴോ റൂംമേറ്റുകളെ തിരഞ്ഞെടുക്കുമ്പോഴോ അതീവ ജാഗ്രത വേണം. അപരിചിതരായ വ്യക്തികളുടെ കൂടെ താമസിക്കുമ്പോൾ അവരുടെ പശ്ചാത്തലം അറിയാൻ ശ്രമിക്കണം. മറ്റൊരാളുടെ പക്കൽ നിന്നും നിയമവിരുദ്ധമായ വസ്തുക്കൾ, അതായത് ലഹരി മരുന്ന് പോലെ ഉള്ള വസ്തുക്കളൊക്കെ പിടിച്ചെടുക്കുമ്പോൾ ഒപ്പം താമസിക്കുന്ന നിങ്ങളും നിയമ നടപടിക്ക് വിധേയമായേക്കാം. ഇതിനെല്ലാത്തിനും പുറമെ തൊട്ടടുത്തുള്ള ഇന്ത്യൻ കോൺസുലേറ്റിന്റെ നമ്പറും ഇമെയിൽ വിലാസവും ഒക്കെ വിദ്യാർത്ഥികളുടെയും നാട്ടിലുള്ള രക്ഷിതാക്കളുടെയും കൈവശം എപ്പോഴും ഉണ്ടാകണം. വിദേശ പഠനം എന്നത് ഒരു വ്യക്തിയുടെ വളർച്ചയിലെ വലിയൊരു ഘട്ടമാണെങ്കിലും വ്യക്തിപരമായ സുരക്ഷയും നിയമപരമായ അറിവും അതിൽ പ്രധാനമാണ്. US എംബസിയുടെ ഈ ഇടപെടലിൽ വിദ്യാർത്ഥികൾ കരുതലോടുകൂടി മുന്നോട്ട് പോകണം. മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ജാഗ്രതയോടെ ജീവിക്കാൻ പ്രാപ്തരാകണം. പ്രാദേശിക നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നതിനൊപ്പം സ്വന്തം മാനസികാരോഗ്യത്തിലും ചുറ്റുപാടുകളിലും അതീവ ശ്രദ്ധ പുലർത്തണം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അധികൃതരെ എങ്ങനെ സമീപിക്കണം എന്നതിനെ കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടാകുന്നത് അപകടങ്ങളെ ഒരു പരിധിവരെയൊക്കെ തടയാൻ സഹായിക്കും. സുരക്ഷിതമായ ഒരു പഠനാന്തരീക്ഷം ഒരുക്കുന്നതിൽ ഓരോ വിദ്യാർത്ഥിയുടെയും ജാഗ്രതയാണ് ഏറ്റവും വലിയ ആയുധം. വരും ദിവസങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ വിദേശ ക്യാമ്പസുകളെ സമീപിക്കാൻ ഈ നിർദ്ദേശങ്ങൾ എല്ലാവർക്കും ഒരു വഴികാട്ടിയാകട്ടെ.